5ാം ക്ലാസ് മുതൽ ഇപ്പോൾ 54 വയസ്സായി. 5 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അച്ഛൻ കേരള കോൺഗ്രസ് വലിയ നേതാവാണ്. നല്ല അനുഭവമാണ്. ആ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ആര്യയുടെ ഷൗക്കത്ത് ഇവിടെ പരാജയപ്പെട്ടാൽ മാർത്തോമ കോളേജിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, ചുങ്കത്തറ മാർത്തോമ കോളേജിൻ്റെ മുമ്പിൽ പരസ്യമായി വോട്ടടിക്കുമെന്ന് ഞാൻ ഇവിടെയും പറയുകയാണ്. ആര്യയുടെ ഷൗക്കത്ത് ബാപ്പുട്ടിക്ക ഇവിടെ തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. തോറ്റാൽ പരസ്യമായി മാർത്തോമ കോളേജിന് മുമ്പിൽ, ചുങ്കത്തറ മാർത്തോമ കോളേജിന് മുമ്പിൽ കൗണ്ടിങ് ദിവസം പരസ്യമായി മുട്ടയടിക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു സംശയമില്ല. നിങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്ത്, ഞങ്ങൾക്ക് ബാപ്പുട്ടി. ബാപ്പുട്ടിക്ക് തന്നെ ജയിക്കും 100%. ബാപ്പുട്ടി എൻ്റെ കയ്യിൽ രോമാണ് ഇരിക്കുന്നത്. ഞങ്ങളിത് ആര്യാടൻ്റെ മണ്ണ, മലപ്പുറം എന്ന് പറയുന്നത് ആര്യാടൻ്റെ മണ്ണത്. ഈ മലപ്പുറത്ത് മണ്ണ് പറഞ്ഞാൽ ആര്യാടൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ മണ്ണ. ഈ തറവാട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാപ്പുട്ടിക്കാട് വീട് എന്നത് ഏതൊരാൾക്കും ഈ വടപുറം പാലത്തിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ എന്നുള്ളത് മറ്റൊന്നുമില്ല. തുറന്നിട്ടെടുത്തേക്ക് ഏത് പാതിരാത്രിയിലും കടന്നു വരാൻ പറ്റും. ശിവരാജേഷാണ്, കേരള കോൺഗ്രസിൻ്റെ ജോസഫ് വിഭാഗത്തിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയാണ്. ഞങ്ങളുടെ മുൻ മെമ്പറാണ്, പഞ്ചായത്ത് മെമ്പറാണ്. ഞങ്ങൾ വളരെ ദിവസങ്ങളായി തന്നെ ഇവിടെ വരാറുണ്ട്. തിരഞ്ഞെടുപ്പ് കാര്യങ്ങളിലൊക്കെ സ്ക്വാഡ് പ്രവർത്തനങ്ങളിലൊക്കെ ഉണ്ട്. 7 ദിവസമായി 263 ബൂത്തിൽ 3/4 ബൂത്തുകളിലും ഞങ്ങളിവിടെ പ്രവർത്തനമായിട്ട് ബന്ധപ്പെട്ടു. തീർച്ചയായിട്ടും ഞാൻ നോക്കിയതിൽ ഒരു 15,000 വോട്ടിന് മേലെ, അത് 25,000 വരെ ആകാം, അങ്ങോട്ട് കിടക്കാം. 15,000 വോട്ടിൽ ഒരു വോട്ട് പോലും കുറയാതെ 15,000 വോട്ടിന് മേലെ അങ്ങോട്ട് ആര്യയുടെ ഷൗക്കത്ത് ജയിക്കും. ഈ 15,000 വോട്ട് എന്നുള്ളൊരു ഫിഗർ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് പാർട്ടി പുറത്തുവിട്ടിട്ടില്ലെങ്കിൽ കൂടി, ആ ഒരു പ്രതീക്ഷ പുറത്തുവിട്ടില്ലെങ്കിൽ കൂടി ഇപ്പോൾ നിങ്ങൾ പറയുന്നുണ്ട്. ആ ആത്മവിശ്വാസത്തിന് പിന്നിൽ എന്താണ്? ഞാൻ ആത്മവിശ്വാസം പറഞ്ഞപ്പോൾ പാലക്കാട് എനിക്ക് വോട്ട് ഇവിടെ വോട്ടില്ല. ഇവിടെ നിലമ്പൂരും ഇടയ്ക്കും ഇവിടെ നിലമ്പൂർ ടൗണിൻ്റെ ഉള്ളിലൊക്കെ കുറേ എൻ്റെ സ്വന്തക്കാരുടെ വോട്ടുണ്ട്. ആ വോട്ട് ഞങ്ങൾക്ക് UDF അനുകൂലമാക്കാനാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. ആ വോട്ട് ഞങ്ങൾക്ക് അനുകൂലമാണ്. സുമാർ ഞാൻ ഇപ്പോൾ പാലക്കാട് ഞാൻ പ്രവർത്തിക്കുമ്പോൾ പറഞ്ഞിരുന്നു 15,000-ൻ്റെ 20,000 വോട്ടിൻ്റെ ഇടയിൽ രാഹുൽ മാങ്കുടത്ത് ജയിക്കും പറഞ്ഞു. അതുപോലെ 17,000 ചില്ലാന വോട്ടിന് അവിടെ ജയിച്ചത്. അന്ന് മറ്റൊരു പ്രഖ്യാപനം കൂടി നടത്തിയെന്ന് കേട്ടു, അതെന്തായിരുന്നു? രാഹുൽ തോറ്റാൽ പരസ്യമായി കൗണ്ടിങ് സ്ഥലത്ത് ഞാൻ മുട്ടയടിക്കുമെന്ന് പറഞ്ഞത് ഞാനാണ്. ചാനലുകളിലൊക്കെ പറഞ്ഞാണ്. അത് യാദൃശ്ചികമായ ഒരു വികാരമായ ഒരു വിഷയമായിട്ട് വന്നാണ്. ദയവീത് എനിക്ക് എൻ്റെ ആവശ്യം വന്നില്ല. വളരെ 5ാം ക്ലാസ് മുതൽ ഇപ്പോൾ 54 വയസ്സായി. 5 വയസ്സ് മുതൽ അച്ഛൻ്റെ കൂടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തി. അച്ഛൻ കേരള കോൺഗ്രസ് വലിയ നേതാവാണ്. നല്ല അനുഭവമാണ്. ആ അനുഭവം വെച്ച് ഞാൻ പറയുകയാണ്, ആര്യയുടെ ഷൗക്കത്ത് ഇവിടെ പരാജയപ്പെട്ടാൽ മാർത്തോമ കോളേജിൻ്റെ മുമ്പിൽ വെച്ചിട്ട്, ചുങ്കത്തറ മാർത്തോമ കോളേജിൻ്റെ മുമ്പിൽ പരസ്യമായി വോട്ടടിക്കുമെന്ന് ഞാൻ ഇവിടെയും പറയുകയാണ്. ആര്യയുടെ ഷൗക്കത്ത് ബാപ്പുട്ടിക്ക ഇവിടെ തോൽക്കില്ല, ഒരിക്കലും തോൽക്കില്ല. തോറ്റാൽ പരസ്യമായി മാർത്തോമ കോളേജിന് മുമ്പിൽ, ചുങ്കത്തറ മാർത്തോമ കോളേജിന് മുമ്പിൽ കൗണ്ടിങ് ദിവസം പരസ്യമായി മുട്ടയടിക്കാൻ ഞാൻ തയ്യാറാണ്. ഇത് തന്നെയാണ് ഞാൻ രാഹുൽ മാങ്കുടത്തലിൻ്റെ അവിടെയും പറഞ്ഞത്. തീർച്ചയായും ഒരിക്കലും തോൽക്കില്ല. 15,000 വോട്ടിൻ്റെ മേലെ, 15,001 മുതൽ എത്ര വോട്ട് വേണമെങ്കിൽ കൂടാം, അതിൽ കമ്മിയാകില്ല. തീർച്ചയായിട്ടും ആര്യടൻ ഷൗക്കത്ത് ബാപ്പുട്ടിക്ക ഞങ്ങളുടെ പ്രിയങ്കരനാണ്. ഇവിടെ അദ്ദേഹം വിജയിക്കും. UDFൻ്റെ 2026 ഞങ്ങളുടെ സർക്കാർ വരുന്നതിൻ്റെ മുന്നോടിയായുള്ള തിരഞ്ഞെടുപ്പാണ്. തീർച്ചയായും ഈ 2026 ഇലക്ഷന് മുന്നോടിയായിട്ട് പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നിലമ്പൂർ കാണിച്ചു കൊടുക്കുമോ? തീർച്ചയായിട്ടും കാണിച്ചു കൊടുക്കുക. അത് ഞാൻ പറഞ്ഞില്ലേ, 15,000 വോട്ട് ഞങ്ങൾ ജയിച്ചാൽ അത് കാണിച്ചു കൊടുക്കില്ലേ? അടുത്ത സർക്കാരിൻ്റെ അധപതനമാണ് ഇപ്പോൾ കാണുന്നത്. തീർച്ചയായിട്ടും വിജയിക്കും. ആരും ഞങ്ങൾ എതിർത്ത് പോയിട്ടൊന്നും കാര്യമില്ല. മുമ്പുള്ള സ്ഥാനാർത്ഥി ഞങ്ങളുടെ ഒന്നുമില്ല, അവർ തന്നെ സ്ഥാനാർത്ഥി. അയാളായ കുറച്ച് വോട്ട് പിടിച്ച് അവർ പോകും. ഞങ്ങളുടെ UDFൻ്റെ ഒരു വോട്ടും പോയില്ല, വോട്ട് കൂടും. ഓക്കെ. ഈ 2026 വരുമ്പോൾ ഇപ്പോൾ ഒരു ബെറ്റ് വെച്ചല്ലോ, 2026 UDF എത്ര സീറ്റുകൾ നേടിയിട്ടായിരിക്കും കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കുക എന്നാണ് തോന്നുന്നത്? അത് അപ്പോഴത്തെ രാഷ്ട്രീയ കാര്യങ്ങൾ പറയും. എന്തായാലും ഞങ്ങൾ 100 വോട്ടിന് മേലെ, 100 സെഞ്ചുറി അടിക്കും. 100 സീറ്റിന് മേലെ ഞങ്ങൾ കിട്ടുന്നതാണ് എൻ്റെ ഇപ്പോഴത്തെ വിശ്വാസം. സെഞ്ചുറി അടിച്ചിരുന്നത് ചിലപ്പോൾ 1-2 കമ്മിയാവും, ചിലപ്പോൾ 1-2 കൂടും. എന്തിനാണ് ഈ ഇലക്ഷൻ ഇവിടെ ഉണ്ടാക്കിയത്? അതിനെപ്പറ്റി ചോദ്യം അല്ല, മറ്റൊന്നും നമ്മൾ ആരും ഇപ്പം ഒന്നും എതിർത്ത് പറയുന്നില്ല. ഇപ്പം ഞങ്ങളിവിടെ ജയിക്കും. തുടർന്നുള്ള രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ചിട്ട് എത്ര സീറ്റ് കിട്ടുന്ന ആ സമയത്ത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 15,000 വോട്ടും ജയിക്കും പറഞ്ഞ പോലെ, ഏതൊക്കെ എത്ര സീറ്റ് കിട്ടുന്നുള്ളത് ഞങ്ങൾ കറക്റ്റായിട്ട് ഞങ്ങൾ പറയും. ഇപ്പോൾ പറഞ്ഞ പോലെ നിങ്ങളിപ്പോൾ അക്ഷമരായിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷേ വിജയത്തിന് ശേഷം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ട് എന്ന് തോന്നുന്നുണ്ട്, ശരിയാണോ? വിജയത്തിന് ശേഷം ഞങ്ങൾ രാഷ്ട്രീയത്തിൽ ആരും സ്ഥിരം ശത്രുക്കളില്ല. രാഷ്ട്രീയത്തിൽ ഒരു നേതാക്കളും ഒരാളും സ്ഥിരം ശത്രുക്കളില്ല. ഇന്നലത്തെ ശത്രു നാളത്തെ ബന്ധുവാണ്, ഇന്നത്തെ ബന്ധു നാളെ ശത്രുവും. അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അതൊന്നും കാര്യമില്ല. ഞങ്ങൾ ആരും വ്യക്തിപരമായിട്ട് ഒരാളെയും അധിക്ഷേപിക്കും.
പ്രഖ്യാപിച്ചിട്ടില്ല. പി വി അൻവർ ഇപ്പോൾ ഒരു ശത്രുപക്ഷത്താണോ? ഞങ്ങളല്ല, ഞങ്ങൾ അങ്ങനെ ആരെയും പറഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് ഞങ്ങളെ സ്ഥാനാർത്ഥി വിജയിപ്പിക്കുക എന്നുള്ളതല്ലാതെ ആരോടും വിദ്വേഷമൊന്നുമില്ല, ആരോടുമില്ല. എല്ലാവരും അംഗീകരിക്കുന്നു. തീർച്ചയായിട്ടും ഈ ആരുടെ ഷൗക്കത്ത് ബാപ്പുട്ടിക്കാരനെ എല്ലാവരും അംഗീകരിക്കുന്ന പോലെ UDF ആരുടെ വോട്ടും സത്യസന്ധമായി ഞങ്ങൾക്ക് തരുന്ന വോട്ട് ഞങ്ങൾ വളരെ ഭംഗിയായി സ്വീകരിക്കും. ഞങ്ങൾ ആ പറഞ്ഞ വോട്ടിന് മേലെ ജയിക്കുകയും ചെയ്യും. ഈ പിണറായി വിജയൻ സർക്കാരിനെതിരെയുള്ള ട്രെൻഡ് നിലമ്പൂരിൽ എങ്ങനെയാണ് ആഞ്ഞടിക്കുന്നതെന്നാണ് തോന്നുന്നത്? അതുണ്ട്. ആ ആഞ്ഞടിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര വോട്ടിന് ജയിക്കുന്നത്. അതുണ്ടാവും. അത് പല മേഖലയിലും പരസ്യമായി ഞങ്ങൾ പറഞ്ഞില്ല. ഞങ്ങൾ രാഷ്ട്രീയപരമായി ആരെയും എതിർത്തൊന്നും പറയുന്നില്ല. സർക്കാരിൻ്റെ പരാജയമായിരിക്കും ഈ ഞങ്ങളുടെ വിജയം, അത് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും മൊട്ടയടിക്കേണ്ട സാഹചര്യം ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. 23-ാം തീയതി നമുക്ക് കാണാം. ഞാനുണ്ടാവും, നിങ്ങളെ കണ്ടിരിക്കും തീർച്ചയായിട്ടും. കണ്ണനൊക്കെ എൻ്റെ സുഹൃത്താണ്. എല്ലാവരും ഓക്കെ. ആര്യാടൻ ഷൗക്കത്ത് തന്നെ ഒരു സംശയമില്ല. നിങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്ത്, ഞങ്ങൾക്ക് ബാപ്പുട്ടി. തന്നെ ജയിക്കും 100%. ആ ബാപ്പുട്ടിക്കാന്നുള്ള വിളിയിൽ തന്നെ ഉണ്ടാവും സ്നേഹം. ബാപ്പുട്ടി എൻ്റെ കയ്യിൽ രോമാണ് ഇരിക്കുന്നത്. ഞങ്ങളിത് ആര്യാടൻ്റെ മണ്ണ, മലപ്പുറം എന്ന് പറയുന്നത് രോമാഞ്ചം അങ്ങനെ പ്രകടമാക്കുന്നല്ലേ? ആര്യാടൻ്റെ മണ്ണ. അത് ഈ മലപ്പുറത്ത് മണ്ണ് പറഞ്ഞ ആര്യാടൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ മണ്ണ. ഈ തറവാട് എന്ന് പറയുന്നത് ഞങ്ങളുടെ ബാപ്പുട്ടിക്കാട് വീട് എന്നത് ഏതൊരാൾക്കും ഈ വടപുറം പാലത്തിൻ്റെ അപ്പുറത്തോ ഇപ്പുറത്തോ എന്നുള്ളത് മറ്റൊന്നുമില്ല. തുറന്നിട്ടെടുത്ത് ഏത് പാതിരാത്രിയിലും കിടന്നു വരാൻ പറ്റും. ഏത് പാതിരാത്രിയിലും മുട്ടി വിളിക്കേണ്ട ആവശ്യം പോലുമില്ല. അതൊരു പഴക്കച്ചവടക്കാരനായിട്ടുള്ള സാധാരണക്കാരൻ ഞങ്ങളോട് പറഞ്ഞു ആര് ജയിക്കുമെന്ന് ചോദിച്ചപ്പോൾ യാതൊരു സംശയമില്ല ബാപ്പുട്ടിക്ക. കാരണമായിട്ട് അദ്ദേഹം പറഞ്ഞത് ആ കുടുംബത്തിൻ്റെ വാതിലുകൾ അടയാറില്ല എന്നാണ് പറഞ്ഞത്. അവരൊറ്റ വാക്കി തന്നെ ഞങ്ങളാകെ ഒരു സ്തംഭിച്ചു പോയി. ഒരു ഹൃദയത്തെ തൊട്ടത് പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഇതുണ്ട്. അപ്പോൾ ഈ ഓഫീസിൻ്റെ തൊട്ടാണ് വീട്. നിങ്ങൾ പോയി നോക്കിയാൽ ആ ഗേറ്റ്, വാതില്, അടുക്കള വരെ കയറി പോകാം. നിങ്ങൾക്ക് ഏതൊരാൾക്കും അടുക്കള വരെ അരിയുടെ മുമ്പ് ഉള്ളപ്പോഴും അവിടെ എനിക്ക് പറയാനുള്ളതേ, ഈ ഞാൻ പറഞ്ഞല്ലോ, അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്താണ്, ഞങ്ങൾക്ക് ബാപ്പുട്ടിയാണ്. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കും, ഈ അസംബ്ലിയിൽ ഈ പറയുന്ന 263 ബൂത്തിലും നിങ്ങൾ മുഴുവൻ ബൂത്തിലും നിങ്ങൾ പോയി നോക്കുക, ഒരാൾ പോലും ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയില്ല. അവർക്ക് ബാപ്പുട്ടിയാണ്, അവർക്ക് ബാപ്പുട്ടിയാണ്. ആ ബാപ്പുട്ടിക്ക് ഇവിടെ പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. പിന്നെ ബാപ്പുട്ടി ഇവിടെ ജയിച്ച ഇവിടെ തന്നെ ഉണ്ട്. അല്ലാതെ മരടിൽ ഫ്ലാറ്റ് എടുത്തിട്ടോ തൃപ്പൂണിത്തുറയിൽ ഫ്ലാറ്റ് എടുത്തിട്ടൊന്നും പോകേണ്ട ഗതികേടൊന്നും ഇവിടെ ആർക്കുമില്ല. ഞങ്ങൾ പറഞ്ഞാൽ ഞങ്ങളിത് ആര്യാടൻ്റെ മക്കളാണ്. ഞങ്ങൾ മലപ്പുറം ജില്ലയിലെ കോൺഗ്രസ് പറഞ്ഞാൽ ഞങ്ങൾ കുഞ്ഞാക്കിയാണ്. ആര്യാടൻ മുഹമ്മദ് പറഞ്ഞാൽ നിങ്ങൾക്കാണ്, മീഡിയാസിനും ബാക്കിയുള്ളവർക്ക്. ഞങ്ങളുടെ കുഞ്ഞാക്കിയാണ്. ഞങ്ങൾക്ക് എന്താ ശിവരാജേട്ടാ, അതെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞാക്കിയാണ്, ഞങ്ങൾക്ക് ഞങ്ങളുടെ ബാപ്പുട്ടിയാണ്. ഇവിടെ നിങ്ങൾ ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ നിങ്ങൾ ചോദിക്കാതെ തന്നെ അങ്ങോട്ട് പറയുമ്പോൾ, ഇവിടെ നിലമ്പൂരിൽ ഇവിടെ പല പ്രശ്നങ്ങളും നടന്നു. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴക്കെടുതി ഉണ്ടായി, പ്രളയം ഉണ്ടായി, ഒരുപാട് ജീവനുകൾ പോയി, ഒരുപാട് ആളുകളുടെ വീടും ഇതെല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എവിടെയെങ്കിലും മറ്റൊരു സാധനമാണ്, ഇപ്പോൾ സ്വരാജ് എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ നിലമ്പൂക്കാരാണ്, പോത്തും എല്ലാ ആളാണെങ്കിൽ നിങ്ങൾ വീടൊക്കെ എവിടെയെങ്കിലും കാണാൻ പറ്റുമോ? എവിടെയെങ്കിലും ഒരു മനുഷ്യന് ഒരു തരി മണ്ണ് കൊടുത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം തന്നിട്ട് കാണാൻ പറ്റുമോ? അദ്ദേഹത്തിനോട് വീടൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. വീട് അദ്ദേഹം പോത്തുകല്ല് സ്വദേശിയാണ്, ഞങ്ങളല്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഞാൻ അവിടെയാണ് പറയുന്നത്, ഇവിടെ ബാപ്പുട്ടിയാണ് എല്ലാവർക്കും. അവിടെ പ്രളയത്തിൽ സർവ്വതും നശിച്ച മനുഷ്യന്മാരെ ചേർത്ത് പിടിച്ചത് ബാപ്പുട്ടിയാണ്. ഇവിടെ ആദിവാസി ഊരുകളിൽ പോയാൽ അരികുവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന് ചേർത്ത് പിടിക്കുന്നത് ഇവിടെ ബാപ്പുട്ടിയാണ്. ആ ബാപ്പുട്ടീനെ നിലമ്പൂരിലെ ജനങ്ങൾക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ വീണ്ടും പറയാണ്, നിങ്ങൾക്ക് ആര്യാടൻ ഷൗക്കത്ത്, ഞങ്ങൾക്ക് ബാപ്പുട്ടിയാക്കാം. ദാറ്റ്സ് എനഫ്. ഒരേ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, പി വി അൻവർ എന്നുള്ളൊരു ഘടകം സ്വാധീനിക്കാൻ സാധ്യതയുണ്ടോ? കാരണം ആത്മവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പി വി അൻവർ ഇപ്പോൾ ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല, ഭൂരിപക്ഷം വരെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആ ഘടകം ഒരു വെല്ലുവിളിയാവാൻ സാധ്യതയുണ്ടോ ഒരു നിലമ്പൂരുകാരെന്നുള്ള നിലയിൽ? എന്താ തോന്നുന്നു? ഞാനൊരു കാര്യം പറയട്ടെ, 2021 തെരഞ്ഞെടുപ്പ് നിങ്ങളെല്ലാവരും നോക്കിയില്ലേ? കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിച്ചു രണ്ടാം പിണറായി സർക്കാർ എന്ന് നിങ്ങളെല്ലാം വിലയിരുത്തി. ഞാൻ ചോദിക്കട്ടെ, പി വി അൻവർ 2021 മത്സരിച്ച് ഞങ്ങളുടെ പ്രകാശേട്ടൻ അദ്ദേഹം മരിച്ചുപോയി. പ്രകാശേട്ടനെ അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് 1000 ചില്ലാൻ വോട്ടിനാണ്, 2000 വോട്ടിന്. അന്ന് മല പോലെ കൊടുങ്കാറ്റായി വീശി അടിച്ചു എന്ന് പറയുന്ന ഇതേ പി വി അൻവർ അന്ന് ജയിച്ചത് വെറും ചില്ലാൻ വോട്ടുകൾക്കാണ്. അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമല്ല. അതൊക്കെ നിങ്ങൾ ഇവിടുത്തെ
ആളുകൾ കൊടുക്കുന്നതാണ് PV അൻവർ അങ്ങനെ PV അൻവർ ഇങ്ങനെ. അതൊക്കെ ഒരു കാര്യമില്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഇവിടെ നിലവിലെ MLA, നിലമ്പൂരിലെ MLA മരണപ്പെട്ടിട്ടല്ല ഇത്തരത്തിലുള്ള ഇലക്ഷൻ നടക്കുന്നത്. ആണോ ശിവരാജേട്ടാ? അല്ല. ഇവിടുത്തെ ഒരു MLA വിദേശത്ത് പോയതിൻ്റെ പേരിലല്ല ഇവിടെ ഒരു ഇലക്ഷൻ നടക്കുന്നത്. ആണോ? അല്ല. ഇവിടുത്തെ PV അൻവർ MLA ആ മുന്നണിയിൽ നിന്ന് പോയതിൻ്റെ പേരിലല്ല ഇവിടെ ഇലക്ഷൻ നടക്കുന്നത്. മറിച്ചെന്താ, പിണറായി വിജയൻ എന്ന് പറയുന്ന RSSൻ്റെ ദല്ലാളിന്, RSSന് കൊടപിടിക്കുന്ന, RSSന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന, ഞങ്ങൾ പറഞ്ഞതല്ല, കണ്ണൻ നമ്പ്യാർ പറഞ്ഞതല്ല, PV അൻവർ എന്ന് പറയുന്ന പിണറായി വിജയൻ സ്വന്തം അച്ഛനാണെന്ന് പറഞ്ഞ് നടന്ന അതേ അച്ഛനെ പിന്നീട് തെറിയും പിടിച്ച് നടന്ന PV അൻവർ പറഞ്ഞതാ. കണ്ണൻ നമ്പ്യാരോ ശിവരാജേട്ടനോ റിഫാനോ ഒന്നും പറഞ്ഞതല്ല. അല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു ഇലക്ഷൻ ഉണ്ടാക്കിയതാരാ? RSSന് എല്ലാവിധ സഹായവും. PV അൻവർ എല്ലാ വെടിയും പൊട്ടിച്ചല്ലോ. PV അൻവർ പിണറായി വിജയൻ്റെ തന്തയ്ക്ക് വരെ വിളിച്ചല്ലോ. എവിടെയെങ്കിലും സഖാക്കൾ PV അൻവറിൻ്റെ ഒതായിൽ വീട് ആക്രമിച്ചോ? ഇല്ലല്ലോ. ഇവിടെ നിന്നത് 10 മീറ്റർ അപ്പുറത്താണ് MLA ഓഫീസ് ഉണ്ടായിരുന്നത്. ആക്രമിച്ചോ? ഇല്ലല്ലോ. എന്തുകൊണ്ടാണ്? അത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് ഇനിയും വെടി പൊട്ടിക്കും PV അൻവർ. അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ പറയുന്നു, നിലമ്പൂരിലെ ജനങ്ങൾക്ക് 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും 2025 നടക്കാൻ പോകുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിലേക്കുമുള്ള ഫൈനൽ റൗണ്ടാണ് ഇവിടെ നടക്കുന്നത്. സെമി ഫൈനലല്ല, ഫൈനൽ റൗണ്ടാണ്. ഈ ഫൈനൽ റൗണ്ടിൽ എത്രത്തോളം ഗോളടിക്കും? അതെ, എത്രത്തോളം ഗോളടിക്കും? ആ ഗോളടിക്കുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷമാണ്. ഇവിടുത്തെ ഭൂരിപക്ഷമാണെന്ത്? ഈ ഫൈനൽ റൗണ്ടിൻ്റെ ഗോളടി. ഞങ്ങൾക്ക് അത്രേ പറയുള്ളൂ. പിന്നെ ശിവരാജേട്ടനൊക്കെ പോലുള്ള കേരള കോൺഗ്രസിൻ്റെയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെയും എല്ലാം ആളുകൾ നമുക്ക് ഒറ്റക്കെട്ടായി, ഒരു മെയ്യായി, ഒരു മനസ്സായി. ഇവിടെ UDF ഒറ്റക്കെട്ട, ഒരൊറ്റ മനസ്സാണ്. ഇവിടെ ഒരൊറ്റ ചിന്തയേ ഉള്ളൂ. എന്താ? പിണറായി വിജയൻ എന്ന് പറയുന്ന പിണറായിസം, അല്ലേ? പിണറായിസത്തിനെതിരെ അവസാനിപ്പിക്കുക. പിണറായിസം എന്ന് പറഞ്ഞാൽ അത് സംഘിസമാണ്. സംഘിസമാണ്, യാതൊരു സംശയം വേണ്ട. പിണറായി പറഞ്ഞ ഇവിടെ എല്ലാവർക്കും പറയാം RSSൻ്റെ മറ്റൊരു ദർപ്പണ പ്രതിബിംബമാണ് ആര്? പിണറായി വിജയൻ. ഷാഫി പറമ്പിൽ പറഞ്ഞ പോലെ CJP എന്ന് വിളിക്കേണ്ടി വരുമോ? എന്താ സംശയമുള്ളത്? പാലക്കാട്ട് എൻ്റെ ഓർമ്മയിൽ കഴിഞ്ഞ ഇലക്ഷൻ മുതലല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ ശിവരാജേട്ടൻ കണ്ടിട്ടുണ്ടോ? പണ്ട് ശിവദാസ മേനോന് അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം ഉദ്ഘാടനം ചെയ്യാൻ വന്നത് LK അദ്വാനിയാണ്. ഇവിടുത്തെ ചരിത്രം KG മാരാറുടെ ചീഫ് ഏജൻ്റ് ആരായിരുന്നു? ഇവിടെ എല്ലാവർക്കും അറിയാലോ. ഉദുമയിൽ മത്സരിക്കുന്ന സമയത്ത് ഇവിടെ VP സിംഗിനെ അധികാരത്തിലേറ്റിയതാ, എല്ലാവർക്കും അറിയാലോ. ഇവിടുത്തെ ചരിത്രങ്ങൾ മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ RSSും CPM തമ്മിലുള്ള ദൃഢമായ ബന്ധം ഒന്നുകൂടെ ദൃഢപ്പെടുത്തിയെന്ന് മാത്രം. അത്രയേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഇവിടെ ഒന്നുമില്ല. അത്രയേ ഉള്ളൂ. ഇനി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളിഞ്ഞ് അറിഞ്ഞോ അറിഞ്ഞില്ലെന്ന് എനിക്കറിയില്ല, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ 4.5 ലക്ഷം വോട്ടുകൾ കാണാനില്ല. എവിടെയെന്ന് BJPയുടെ അന്നത്തെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ എന്ന് പറയുന്ന, ഞങ്ങളൊക്കെ കളിയാക്കി വിളിക്കുന്ന ഉള്ളി സുരയോട് ചോദിച്ചപ്പോൾ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു. ആ കാണുന്നു പിണറായി വിജയനിലേക്ക് ചൂണ്ടിക്കാണിക്കുന്നത്. ആ 4.5 ലക്ഷം വോട്ട് അവിടെ ഉണ്ട് പറഞ്ഞു. ആണല്ലോ? ആണോ? അല്ലേ? ദാറ്റ്സ് എനഫ്. അത്രേ ഉള്ളൂ. ഇവിടുത്തെ ജനങ്ങൾക്ക് ഈ നാടിനെ കുറിച്ച് അറിയാം, ഈ നാടിൻ്റെ സ്പന്ദനം അറിയാം. ഞാൻ കൂടുതലൊന്നും നീട്ടി വലിച്ചു കൊണ്ടുപോകുന്നില്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, നിങ്ങളുടെ ആര്യാടൻ ഷൗക്കത്ത് ഞങ്ങളുടെ ബാപ്പുട്ടിയാക്ക ഇവിടെ ജയിക്കും, യാതൊരു സംശയമാണ്.